അവർ പറയുന്നത് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നടപ്പാവുകയോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ BJP ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം. ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കില്ല, ഞങ്ങൾ അതിന് പകരം ഇന്ന ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി BJP ഈ വിധത്തിലൊരു ഗെയിമിന് ഇറങ്ങുന്നത് ആദ്യമാണ്. കോൺഗ്രസിന് ക്ഷീണം പരസ്യമായി പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഒരേ സമയം 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും രമേശ് ചെന്നിത്തല അവർ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ ആ നേതാവിനെ മൂലക്കിരുത്തുക എന്നുള്ള BJPയുടെ തന്ത്രം RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP സംസ്ഥാന അധ്യക്ഷൻ അതങ്ങ് ഏറ്റെടുക്കുക. താത്വിക ആചാരന്മാരായി കാണുന്ന ആളുകൾ ഒരു മയവുമില്ലാതെ കടന്നാക്രമിക്കുന്ന ആളാണ് VD സതീശൻ. അതുകൊണ്ടാണ് VD സതീശനെ തോൽപ്പിക്കണം. ചേട്ടാ, നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു BJPയും LDFും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഒരു 10-20 സീറ്റുകളിൽ അവരൊരു അലൈൻമെൻറ്റ് നടത്തുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് BJP കൃത്യമായിട്ട് ചില ആളുകളെ തോൽപ്പിക്കാൻ പോകുന്നു. ചില സ്ഥലങ്ങളിൽ അവർ മത്സരിക്കുന്നില്ല, ചില സ്ഥലങ്ങളിൽ അവർ നല്ല സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരനായിരുന്നു നേമത്തെ സീറ്റ് അവരുടെ പൂട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് അവിടെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പത്മജ വേണുഗോപാലിനെ ഇടുന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വരുന്നുണ്ട്. അതേപോലെ തന്നെ പല നേതാക്കന്മാരെ യഥാർത്ഥത്തിൽ BJPയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ എന്താണ് കേരളത്തിൽ എന്ന് തെളിയിക്കുക എന്നുള്ളത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അത് അജണ്ട എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന ആയതിനു ശേഷമുള്ള ഒരു അജണ്ടയല്ല, മറിച്ച് നേരത്തെ തന്നെ കേരളത്തിൽ BJPക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് മുഴുവനായി പ്രകടിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രനെ മാറ്റുകയും രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരികയും അതുപോലെ തന്നെ പല ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റുകയും കൂടുതൽ ജില്ലകൾ സൃഷ്ടിക്കുകയും അങ്ങനെ വലിയ തോതിലുള്ള അഴിച്ചുപണി BJPയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം BJP സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം BJPയുടെ ശക്തരായ വിമർശകരെ അല്ലെങ്കിൽ BJPക്ക് നിരന്തരമായി പ്രതിരോധം തീർക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ BJP വിചാരിച്ചാൽ ഇത് നടക്കുമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ സ്വരാജിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അവിടെ അവർക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതല്ല BJP ശ്രമിച്ചത്. അവർ സ്വരാജിനെ തോൽപ്പിക്കുക. കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു സ്വരാജ്. എന്ന് മാത്രമല്ല സ്വരാജിൻ പൊതുവിൽ സംഘപരിവാറിനെ തുറന്നെതിർക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത നേതാവാണ്. അപ്പോൾ ആ നേതാവിനെ മൂലക്കിരുത്തുക എന്നുള്ള BJPയുടെ തന്ത്രം തൃപ്പൂണിത്തുറയിൽ വിജയിച്ചു. ഇന്ന് മാത്രമല്ല അതിനുശേഷം സ്വരാജിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട്, അതായത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയായി നിന്ന കഴിഞ്ഞ മത്സരത്തിലും പരാജയപ്പെട്ടു. പൊതുവിൽ സ്വരാജിന് അതൊരു വലിയ പ്രഹരമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ BJP കേരളത്തിൽ തങ്ങളുടെ പവർ എന്താണെന്ന് കാണിക്കുക. അതായത് BJPയുടെ മാത്രമല്ല RSSന്റെയും അജണ്ടയാണെന്ന് തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കേരളത്തിലെ മുൻ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സുരേന്ദ്രൻ ചെയ്യാതിരുന്ന ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ ചെയ്തു. അത് RSSുമായിട്ടുള്ള ഏറ്റവും ഒരു ഊഷ്മളമായ ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, അതായത് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തെ തെരഞ്ഞെടുപ്പുകളിൽ RSS കാര്യമായി പ്രവർത്തിച്ചിരുന്നില്ല BJPക്ക് വേണ്ടി. അപ്പോൾ RSS ഒരു മാതൃസംഘടനയാണ്, BJP അതിൻ്റെ രാഷ്ട്രീയ രൂപമാണെങ്കിൽ കൂടി പലപ്പോഴും RSSന് കേരളത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പല കാര്യങ്ങളിലും വലിയ എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുരേന്ദ്രൻ്റെ ഗ്രൂപ്പിസം അടക്കമുള്ള പല കാര്യങ്ങളിലും ശക്തമായ വിയോജിപ്പ് RSSനുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല RSS നേതാക്കളെ ബഹുമാനിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ RSSൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമീപനമൊന്നും സുരേന്ദ്രൻ ഉണ്ടായില്ല. സുരേന്ദ്രൻ, മുരളീധരൻ, BL സന്തോഷ് അവരൊരു കോക്കസ് ആയിട്ട് അവരുടെ രീതിയിലേക്ക് ഈ സംഘടനയെ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അതിൽ RSSന് വലിയ എതിർപ്പുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തത് RSSുമായി ഒരു ചർച്ച, അനൗദ്യോഗികമായ ചർച്ചയായിരിക്കാം, അല്ലെങ്കിൽ RSSൻ്റെ ഈ പറയുന്ന തലപ്പത്തുള്ളവരുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചകളായിരിക്കും, എന്തോ RSSൻ്റെ പല ആശയങ്ങളും കേരള BJPയിലേക്ക് നേരിട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് RSSന് ചില എതിർപ്പുകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടുമായി ഉണ്ടെങ്കിൽ പോലും അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മാറ്റിവെക്കുകയും അതോടൊപ്പം ഈ RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകൾ, അതൊരിക്കലും BJPയുടെ ഹിറ്റ് ലിസ്റ്റാണെന്ന് ഞാൻ കരുതുന്നില്ല, RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി
BJP സംസ്ഥാന അധ്യക്ഷൻ അതങ്ങ് ഏറ്റെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിൽ CPM-കാരെക്കാളും ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസ്സുകാരല്ലേ? അത് കോൺഗ്രസ്സുകാരാണ്. അതിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് മുരളീധരനാണ്, കെ മുരളീധരൻ. ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച് കെ മുരളീധരനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നിയമം അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ളതാണ്. പിന്നെയുള്ളത് അമ്പലപ്പുഴയിലെ H. സലാമാണ്, കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ എങ്കിൽ പോലും അയാൾക്ക് തീവ്ര ഇസ്ലാമിക ബന്ധമുണ്ട്, ഇസ്ലാമിസ്റ്റാണ്, SDPI പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് BJP കാലങ്ങളായിട്ട് RSS കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണത്. പിന്നെയുള്ളത് VD സതീശനാണ്. അപ്പോൾ VD സതീശനെ സംബന്ധിച്ച് VD സതീശൻ കോൺഗ്രസിൽ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് ഉയർത്തും, പ്രത്യേകിച്ച് RSSനെതിരെ. അപ്പോൾ ഇതിൽ BJPക്കെതിരെ വിമർശനം ഉയർത്തുന്നതല്ല, RSSനെ ശക്തമായി വിമർശിക്കുന്ന നേതാവെന്ന നിലയിലാണ് VD സതീശൻ നോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ RSSൻ്റെ നിലപാട് തന്നെയാണ് VD സതീശനെ പരമാവധി പണിഞ്ഞോളൂ എന്നുള്ളത്. കാരണം VD സതീശൻ എപ്പോഴും സംഘപരിവാറിനെതിരെ, സവർക്കർക്കെതിരെ, RSSനെതിരെ ഒക്കെ രൂക്ഷമായ വിമർശനങ്ങൾ, അതായത് RSS അവരുടെ ദൈവമായി കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികാചാര്യന്മാരായി കാണുന്ന ആളുകൾ ഒരു മയവുമില്ലാതെ കടന്നാക്രമിക്കുന്ന ആളാണ് VD സതീശൻ. അതുകൊണ്ടാണ് VD സതീശനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ VD സതീശനെതിരെ ചെയ്യാവുന്നതൊക്കെ BJPയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെയുള്ളത് മുഹമ്മദ് റിയാസാണ് ബേപ്പൂരിൽ. മുഹമ്മദ് റിയാസ് നമുക്കറിയാം, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളം ഭരിക്കാൻ പോകുന്നത് റിയാസാണ്, കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ പോവുകയാണ് എന്നുള്ള നിലയിൽ BJP വല്ലാതെ അവരുടെ ആശങ്ക നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നത് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് റിയാസിനെ ആദ്യം തന്നെ വെട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നൊരു കാര്യം. പിന്നെ കൂത്തുപറമ്പിലാണ്. കൂത്തുപറമ്പിൽ വ്യക്തികളോടല്ല, അത് ഈ പറയുന്ന സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടിയ CPM-നുള്ള ഒരു പണി എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ CPM-നെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ജയിക്കുന്ന ആരാണോ അവിടെ CPM തന്നെയാണ്, CPM-നെതിരായിട്ട് നിലപാട് സ്വീകരിക്കുക. പിന്നെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമാണ്, അവിടെ പിണറായിയെ തോൽപ്പിക്കുക, അതിനുവേണ്ടി വോട്ട് മറിക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ധർമ്മടത്ത് കാലങ്ങളായി പിണറായി വിജയൻ ജയിക്കുന്ന മണ്ഡലമാണ്, മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ എത്രത്തോളം ഈ RSSൻ്റെ അജണ്ട നടപ്പാകും എന്നുള്ളത് സംശയകരമാണ്. പിന്നെയും ചില മണ്ഡലങ്ങൾ അവർ പറയുന്നുണ്ട്, തൃപ്പൂണിത്തുറ, ഹരിപ്പാട്, അങ്ങനെ തന്നെ പല മണ്ഡലങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഇത് RSS ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഒരു സംശയം കൂടെ, എന്തുകൊണ്ടായിരിക്കും രമേശ് ചെന്നിത്തല അവർ ടാർഗറ്റ് ചെയ്യുന്നത്? രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിലുള്ള ഒരാളാണ്. സംഘപരിവാറിനെതിരെ പല സംസ്ഥാനങ്ങളിലും, അതെനിക്ക് തോന്നുന്നു അദ്ദേഹം തെലങ്കാനയിലോ കർണാടകയിലോ ഒക്കെ തെരഞ്ഞെടുപ്പിന് ചുമതലയുണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ ദേശീയ തലത്തിൽ BJPക്കും സംഘപരിവാറിനും ഒക്കെ എതിർപ്പ് ഉയർത്തുന്ന ഒരാളെന്ന നിലയിൽ ആകാം രമേശ് ചെന്നിത്തലയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് BJP നടപ്പാവുകയോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ BJP ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത്. അല്ലെങ്കിൽ ഇതൊരു പ്രഖ്യാപനമല്ല, മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്തയാണ്. പക്ഷേ ഇത് BJP നേതൃത്വം അറിയാതെ ഇത്രയും കൃത്യമായി ഒരു വാർത്ത വരില്ല. അപ്പോൾ അത് BJPയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു വാർത്ത വരാനുണ്ടായ കാരണം, അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് BJP ഇത്രയും മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കില്ല, ഞങ്ങൾ അതിന് പകരം ഇന്നിന്ന ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ കൈകാര്യം ചെയ്യും. വോട്ടുകൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥിക്ക് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അതെ, അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു CPM-ആയിട്ട് ചില മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള ധാരണ വന്നിട്ടുണ്ട് എന്ന്. അത് ശരിവെക്കുന്നതല്ലേ ഈ വാർത്ത? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, ഈ പറയുന്ന VD സതീശൻ തുടങ്ങിയവരെയൊക്കെ തോൽപ്പിക്കാൻ BJP ഇറങ്ങിയാൽ അത് നടക്കില്ല എന്ന് പറയാൻ കഴിയില്ല. കൂട്ടത്തോടെ വോട്ട് മറിച്ചാൽ ചിലപ്പോൾ നടന്നേക്കാം. അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു, എന്നിട്ട് മെജോറിറ്റി വോട്ടും ഈ പറയുന്ന കോൺഗ്രസിന് എതിരായിട്ടുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പോൾ ചെയ്യുകയാണെങ്കിൽ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിൽ നടക്കില്ല. ബേപ്പൂരിലും നടക്കാൻ സാധ്യത കുറവാണ്. H. സലാമിൻ്റെ കാര്യത്തിലും അമ്പലപ്പുഴയാണ് BJPയുടെ ശക്തി കേന്ദ്രമാണ്. പക്ഷെ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഇല്ലാതെ അവർക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു സംശയമാണ്. അവിടെ BJP സ്ഥാനാർത്ഥി നിർത്തേണ്ടി വരും. അപ്പോൾ ഈ CPM-നെതിരെ നിർത്തുന്നു എന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ CPM-നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒരു 50-50 ചാൻസ് പോലും നിലനിൽക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കളെ തോൽപ്പിക്കുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ BJP ഉത്സാഹിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കാൻ സാധ്യതയില്ല. ഇത് ചിലപ്പോൾ ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിനെ മാത്രമല്ല ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ CPM-നെയും ടാർഗറ്റ് ചെയ്യുന്നു ജനങ്ങളെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില CPM നേതാക്കളുടെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ലേ? അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ പറഞ്ഞത് RSS-ഉമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ
സ്ട്രാറ്റജിയാണ്. കാരണം അതുകൂടി ഇതിനോടൊപ്പം ചേർക്കണം. അതായത് BJP സംസ്ഥാന നേതൃത്വം RSSുമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി അകന്നു നിൽക്കുന്ന സമീപനമായിരുന്നു. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം തന്നെ RSSുമായി വളരെ ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. RSSന്റെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മൊത്തത്തിലുള്ള വോട്ട് ബാങ്ക് ഏകീകരിക്കപ്പെടും. അപ്പോൾ RSS തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ BJPക്ക് അതൊരു വലിയ ക്ഷീണമാണ്. നമ്മളീ പറയുന്ന പോലെ RSSന്റെ ആളുകളെ, ഈ പറയുന്ന RSSന്റെ നേതാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന ശാഖയിൽ പോകുന്ന ആളുകളോ ഒന്നും പരസ്യമായി രാഷ്ട്രീയത്തിലേക്ക് വന്നോളുന്നില്ല. അവർ BJPക്കാർ നടത്തുന്ന പോലെ പ്രകടനത്തിലോ പൊതുയോഗങ്ങൾക്കോ വന്നുകൊള്ളുന്നില്ല. ആ ഒരു സൈലൻ്റ് ആയിട്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ അത് BJPക്ക് വലിയ ക്ഷീണമാവും. അത് മറ്റുള്ളവർക്ക് മറ്റു പാർട്ടികളിലേക്ക് വോട്ട് പോകുന്നല്ല, മറിച്ച് BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ BJPയുടെ വോട്ടുകൾ പരമാവധി നേടിയെടുക്കാൻ RSSന്റെ മുഴുവൻ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഒരു കാരണം രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അതേസമയം തന്നെ കോൺഗ്രസിനെ തീർക്കുക എന്നുള്ളതും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്നാണ് BJP ചിന്തിക്കുന്നത്. BJPക്ക് ഏറ്റവും ഗുണകരമായ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുത്. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വളരെ വേഗത്തിൽ BJPക്ക് കളം പിടിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കാനും RSSന്റെ സംഘടനാ സംവിധാനം കൂടുതലായി BJPക്കൊപ്പം നിർത്താനും വേണ്ടിയിട്ടുള്ള ഒരേ സമയം രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ ഡാമേജ് കോൺഗ്രസിന് ഉണ്ടാക്കണമെങ്കിൽ BJPക്ക് പലയിടത്തും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്, അത് പരിപൂർണമായ തോൽവി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുന്നതല്ല, മറിച്ച് BJP ഈ വിധത്തിലൊരു ഗെയിമിന് ഇറങ്ങുന്നത് ആദ്യമാണ്. കോൺഗ്രസിന് ക്ഷീണം പരസ്യമായി പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഒരു ചാനലിൽ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ആ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി നൽകിക്കൊണ്ട് ഇത്രയും പരസ്യമായ രീതിയിൽ BJP ഇങ്ങനൊരു നീക്കത്തിലേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് പിന്നിൽ ഒരു വലിയ ഗെയിമുണ്ട്. ആ ഗെയിം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം വെച്ചായിരിക്കും. ഇങ്ങനൊരു പ്രഖ്യാപനം BJPക്ക് നടത്താമെങ്കിൽ പലയിടങ്ങളിലും ഇത് പരീക്ഷിക്കാം. BJPക്ക് ജയസാധ്യതയില്ലാത്ത ഒരുപാട് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. BJP ലിസ്റ്റ് ചെയ്യാത്ത ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ BJP പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമുക്കിതൊന്ന് വായിച്ചെടുക്കാം.